നമ്മൾ ഇന്ന് അവതരിക്കാൻ പോണത് കുട്ടി നാടകമാണ്, അതും വസന്തകാലത്തിന്. നമുക്കൊന്ന് കണ്ടാലോ ആ കഥ ഒന്ന്. രംഗം 1. ഒരു വസന്തകാലത്തിലാണ് പൂ വിരിഞ്ഞത്. അത് മനോഹരമായ പൂവ്. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പല നിറത്തിലും പല വിധത്തിലും ഉള്ള പൂമ്പാറ്റകളും പൂക്കളും ഉണ്ടായിരുന്നു. അവിടെ ഒരു പൂ മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു. കുട്ടി വന്ന് ചോദിച്ചു, കുട്ടി, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് കളിക്കാൻ ആരുമില്ലേ? പിന്നെ ആർക്കും ഇഷ്ടമല്ല. നീ വിഷമിക്കണ്ട, ഇനി മുതൽ ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. ശരിക്കും? അതെ, പിന്നെ ഞാൻ മാത്രമല്ല, 2 കൂട്ടുകാരിയും കൂടിയുണ്ട് നിനക്ക്. റോസും ക്യൂട്ടിയും. രംഗം 2. ഡെയ്സി പൂവിന് സന്തോഷമായി. ഡെയ്സി, അങ്ങനെ എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ? പിന്നെന്താ, കാണിച്ചു തരാലോ, വേഗമാവട്ടെ. ഓക്കെ. രംഗം 3. കുട്ടി പൂമ്പാറ്റകളെ തിരാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ടു. നിങ്ങളെന്താ കളിക്കാൻ വരാന്? പിന്നെ നമുക്കൊരു പുതിയ കൂട്ടുകാരിയുണ്ട്. ആരാണത്? ഞങ്ങൾക്ക് അറിയണമല്ലോ. അതെ, പറഞ്ഞു താ. രംഗം 5. അവർ എന്നും സന്തോഷത്തോടെ കളിക്കും. അതിന് പിന്നിൽ കുറച്ചു പേരുണ്ട്. വികൃതിക്കുട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കുട്ടിയുണ്ട്, വികൃതിക്കുട്ടി. സൂക്ഷിക്കണം, അവൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല ഇല്ല. മതി. രംഗം 6. അവർ ഓരോ ദിവസവും കഥകൾ പറഞ്ഞ് കളിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി കഥ പറഞ്ഞു തീർക്കും മുമ്പേ അമ്മ വിളിച്ചു, അവൾ പോയി. പിറ്റേ ദിവസം അവൾ പൂവിനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ച അവളെ സങ്കടിപ്പിച്ചു. പിറ്റേ ദിവസം അവൾ വന്നപ്പോൾ അവൾ പൂവിനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ച അവളെ വേദനിപ്പിച്ചു. പൂവിനെ പിടിച്ചിരിക്കുന്നു അവൾ. കുട്ടി കരയണത് കണ്ടിട്ട് പൂമ്പാറ്റകൾ വന്ന് കുട്ടിയെ സമാധാനിച്ചു. ഇത്രയുള്ളൂ ഞങ്ങളുടെ കുട്ടിക്കഥ. ഈ കഥ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ.